കുറച്ചു കാലത്തിന് ശേഷം ഒരു ട്രാവൽ വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് പോണേ ചോദിച്ചാ മൂന്നാറ്, വാൾപ്പാറ 2 ഓപ്ഷനാണുള്ളത്. എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോ ഇന്നത്തെ യാത്രയില് എന്റെ കൂടെ ഉള്ളത് എന്റെ ഉമ്മ, വാപ്പ, പിന്നെ ഫൈസലും കൂടെ ഉണ്ട്. ആതിരപ്പള്ളി എത്താനായി. നല്ല റോഡൊക്കെ. ആതിരപ്പള്ളി കഴിഞ്ഞു, വാഴച്ചാർ എത്താറായി. ഇനി അങ്ങനെ ഷോളയാർ ഫോറസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ വാൽപ്പാറ പോകും. വാൽപ്പാറ പോണെന്ന് കരുതിയാണ്. പക്ഷെ മലക്കപ്പാറ വരെ ഉള്ളൂ പോവാൻ കഴിയാം. പിന്നെ തമിഴ്നാടായില്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് കടത്തി വിടൂലെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി കോതമംഗലം റൂട്ടിന് നേരെ മൂന്നാറ് പോവാണ്. വഴിയൊക്കെ തെറ്റി കുറെ അങ്ങ് പോയി. അവസാനം ഞങ്ങൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തി. ഇത് മലയാറ്റൂരാണ് കേട്ടോ. എന്നാലും ഈ ഒരു സ്ഥലം നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ അല്ലെ അപ്പ? ബൈ ചാൻസ് കിട്ടിയതോ? വഴി തെറ്റിയോണ്ട് കിട്ടിയാണ്. ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ റൂമീസ് പാർക്കിലാണ് വന്നത്. ഇതിവിടെ പുതുതായിട്ട് ഓപ്പൺ ആയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പ ഊണിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊക്കെ എവിടെ ചെന്നാലും ഊണ് മതി. ഉമ്മക്ക് ബിരിയാണി ഇപ്പം എത്തോട്ടോ. ഫൈസല ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണി. ഉമ്മ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ഇല്ലാത്ത വല്ല ചെടി ഉണ്ടോ നോക്കുകയാണ്. പിന്നെ ഫൈസലിന് അവിടെ കാണാൻ കുറേ മീനുകളുണ്ട്. സിലോപ്പി അല്ലേ ഇത്? കോഴിക്കറുപ്പുണ്ടല്ലോ. നമ്മൾ അടിമാലെത്തി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും മൂന്നാർക്ക്? 60 കിലോമീറ്ററും കൂടെ ഉണ്ട് മൂന്നാർക്ക്. മൂന്നാറെത്തി. ഫുള്ള് കാടാണ്. കാട് മൊത്തം ഫോറസ്റ്റാ. പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് യാത്ര പോയിക്കൊണ്ടിരിക്കാം. അതിന്റെ ഇടയിൽ ഉമ്മ കാടിന്റെ അരിക്കുള്ള ചെടി നാളെ വരുമ്പോ എന്തൊക്കെ പൊട്ടിച്ചണെന്നൊക്കെ അമ്മ നോട്ടിട്ടോണ്ടിരിക്ക. ആ, ചെടി പൊട്ടിക്കാൻ ഇവിടെ ഒരാള് കത്തിയോണ്ട് റെഡി ആയിട്ടിരിക്കണ്ട്. വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഇടക്കിടക്ക് ഇതേപോലെ. എവിടെ നിർത്തിയിട്ടൊന്നുമില്ല. എന്താ വെച്ചാല് വാപ്പ പറയുന്നു എത്രയും നേരത്തെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരത്തെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാലോ. റിസോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഇതൊന്നും അഴിക്കോ? ഫൈസലിന് ഭയങ്കര മടിയാണ് കേട്ടോ. ഭയങ്കര നാണക്കാരനാണ്. നമ്മുടെ മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കണത്. ഒന്നും മിണ്ടൊന്നുമില്ല. കോട ഉണ്ടോ? കോട മഞ്ഞിൽ ഓഹോ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മഞ്ഞിൽ
6 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവനും യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നാളെ വേണം മൂന്നാറൊക്കെ ഒന്ന് കറങ്ങാനെന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു റിസോർട്ടൊക്കെ കണ്ടെത്തി ചെക്ക് ഇൻ ചെയ്തു. റിസോർട്ടിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊന്ന് താഴത്തേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. പൈസല്ലേ. ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, പിന്നെ ഫുഡ് കഴിക്കണം. രണ്ട് കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ആലിബാബയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. എത്തിയോ? ആരാ ആദിത്യ? അടിപൊളി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി ഉറങ്ങി. ഇനി രാവിലെ കാണാം. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, 7 മണിക്ക് ഇറങ്ങി. കുറേ സ്ഥലങ്ങൾ കാണാനുള്ളതാണ്. അപ്പം നിങ്ങൾ നേരത്തെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പം അതേ കാർ എടുത്ത് വരുന്നു. ഞങ്ങൾ താമസിച്ചത് ഇവിടെയാണ്, ഹിൽവ്യൂല്. തണുക്കണോ. അപ്പം മൂന്നാർ വന്നിട്ട് ശരിക്കും മൂന്നാർ കാണണേ നമ്മളിപ്പോഴാണ്. ഇന്നലെ ഫുള്ള് യാത്ര ആയിരുന്നു. ഇനി ഇവിടെ കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും കാണണം. അതാണ് നമ്മൾ 7 മണിക്ക് തന്നെ ഇറങ്ങിയത്. പൈസ ഇങ്ങനെ നോക്കുകയാണ് എന്താ ഇപ്പം കാണാൻ. എന്താണ് ബ്രോഷറ? ഇവിടെ നിർത്തിക്കളി, ഞാൻ അവിടെ 2 അടി നടക്കും. ഇപ്രാവശ്യം ട്രിപ്പ് വന്നിട്ട് ആദ്യത്തെ ചെടി പൊട്ടിക്കലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അമ്മായിമ്മക്ക് വേണ്ടി മരുമകൻ ഇതാ ചെടി പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹായ്. പൊട്ടിച്ചിട്ടും മതിയാവാത്ത നമുക്ക് പോണ്ടേ. ഇനി ചെടി പറിക്കണ്ടേ അല്ലേ അമ്മ? നമ്മളെ ഡിക്കി നിറയാന്നാ എനിക്ക് പേടി. കോട നോക്ക്. അവിടെ എന്തെങ്കിലും പൊട്ടിക്കണ്ടോ അമ്മ? അതെന്താണ്? ചെടിയാ? മൂസാണ്ടയോ? ഞങ്ങള് ആദ്യം പോണത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. നമ്മളിവിടെ വന്ന സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ ആളായാൽ നമുക്കുള്ള ബസ് പോവാന്നാണ് പറഞ്ഞത്. നാഷണൽ പാർക്കിന്റെ നേരെ മുകളിലായിട്ട് തന്നെ ഒരു കുറിഞ്ഞി കഫയോ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ കരുതി. ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ആണ്, വേറെ ഒന്നും ഇവിടെ അല്ല പറഞ്ഞു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബസ് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. 7:30 മുതൽ 5 മണി വരെയാണ് ബസ് സർവീസ് ഉണ്ടാവുക. ഈ 5 മണിക്കകത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്താം. അതുവരെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കവിടെ ഇരിക്കാം. മെയിനായിട്ട് കാണാനുള്ളത് അവിടുത്തെ വരയാടുകളെയാണ്. നമ്മളവിടെ ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, വേറെ സ്ഥലങ്ങളെ കാണാനല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാട്ടർഫോൾസൊക്കെ ഉണ്ട് കേട്ടോ. ഏതാണ്ട് 20 മിനിറ്റോളം ഉണ്ട് ഈ ഒരു യാത്ര. ഒരാൾക്ക് 200 രൂപയായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളായിരുന്നു, അധിക പേരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല.
നല്ല കോടുണ്ട്, നല്ല മഞ്ഞുണ്ട്. മഴ ചെയ്താൽ മഴ കൊള്ളും. എവിടെ അമ്മി ആപ്പി? ഇതാ അമ്മി ആപ്പി ഇങ്ങനെ വരുന്നു. താഴെന്ന് കാണുന്നതല്ലേ കോട കൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ വരയാടിനെ കണ്ടു. എല്ലാവരും ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ മൂന്ന് ഇങ്ങോട്ട് വെക്കൂ. ശരിക്കൂ ആട്. ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു. വാപ്പാ അമ്മന്റെ മുഖത്തൊക്കെ നോക്കൂ. എന്റെ മുഖത്ത് നോക്കുമ്പോഴേക്കും ദേഷ്യം വരുത്തത്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ട് എത്രങ്ങാനും ഫോട്ടോസ് ആയിരുന്നു നിങ്ങളുടെ. ഇവിടെ കാണാനുള്ള ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഓടി നടന്ന് വീഡിയോ എടുത്ത് ഞാനങ്ങനെ പോവാണ്. ഇതിക്കൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുണ്ട്. ഇവിടെ കുറേ അരുവികളുണ്ടല്ലോ ഇങ്ങനെ. സണായ നീലക്കുറിഞ്ഞൊക്കെ ഉണ്ടാക്കും. ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് കാണും. അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. ഇവിടെ ഇതുപോലെ ഇത് സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇതിനകത്ത് ഇരവിക്കുളത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആണ്. പക്ഷേ ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കയറാനൊന്നും പറ്റിയില്ല. അത് ഓപ്പൺ ആയിരുന്നില്ല ഞങ്ങൾ വന്നപ്പോൾ. പിന്നെ അവിടെ ഒരു ടീ ഷോപ്പൊക്കെ ഞാൻ കണ്ടു കേട്ടോ. നിങ്ങളിപ്പോൾ പോയി വന്നു. സ്പെക്സിലൊക്കെ കണ്ടോ മഞ്ഞ് വീണിട്ട്. ഇനി ബസ്സിൽ തിരിച്ചു പോകും. കുറച്ചേരം കൂടെ അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വേറെ സ്ഥലങ്ങൾ കാണാമല്ലോ അല്ലേ. ഇരവിക്കുളത്തു നിന്ന് പോന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ഞങ്ങൾ ഇനി മൂന്നാറിന്ന് പോവാണ്. പനിയളിപ്പൂർ പോവാണ്. കോതമംഗലം ആ റൂട്ടിന്. അവിടെ കുറേ സ്ഥലമുണ്ട് കാണാൻ. ഞാൻ എൻ്റെ നൂഡിൽസ് കഴിക്കാൻ മറന്നിരിക്കുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് അത് കഴിച്ചിട്ട് പോവാമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ മൂന്നാറ് വിടുകയാണ്. ഇപ്പം ശരിക്കും വരാൻ പറ്റിയ ഒരു ക്ലൈമറ്റൊക്കെയാണ്. നല്ല മഞ്ഞ്, ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. ഈ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 2 കൊല്ലം മുമ്പ് ഞാനും ഉമ്മയും വാപ്പയൊക്കെ കണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. പനിയളിപ്പൂര്, പിന്നെ അവിടെ ഒരു സൂ ഉണ്ട്.
അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം. തിരശീല നീട്ടി ജാലമെഴുതുവതെന്തിനോ തിരശീല നീട്ടി ജാലമെഴുതുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ കരളിലെഴുതുവതെന്തിനോ സുറുമയെഴുതിയ പോകുന്ന വഴിക്ക് 2-3 വാട്ടർഫാൾസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നിർത്തി ഒന്ന് കണ്ടിട്ട് പോവുകയാണ്. പോകുമ്പോൾ ഞാനും വാപ്പയും കുറേ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകും. പോകുമ്പോൾ പെട്ടെന്ന് എത്തണമെന്ന് കരുതിയിട്ട് ഈ വാട്ടർഫാൾസിൻ്റെ ഇവിടെ ഒന്നും അധികം നിന്നില്ല. പെട്ടെന്ന് അങ്ങ് പോയി. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ചു പതുക്കെ പോയത്. ഉമ്മയും വാപ്പയും ബാറ് വാങ്ങി. എനിക്കും പൈസലും 2 കോണും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഭൂതത്താൻ കെട്ട്. നമ്മളിങ്ങോട്ട് ലാസ്റ്റ് എപ്പോഴമ്മ വന്നേ? 2 കൊല്ലം മുമ്പല്ലേ? അന്നീ പാലം പണിയാണ്. അന്നീ പാലത്തിന്റെ പണിയാണ്. ഇപ്പോഴാണ് പാലായത്. ഞാനിങ്ങനെ ഇടയ്ക്ക് കാറിലിരുന്നിട്ടൊന്ന് ഉറങ്ങി. പിന്നെ എണീറ്റപ്പോ ഇവിടെ എത്തിക്കണം, ഭൂതത്താൻകെട്ട് എത്തിക്കണം. തട്ടേക്കാട് പോണം ഇനി. ഇതൊക്കെ 2 കൊല്ലമായി കണ്ടിട്ടോ. പിന്നെ ഇങ്ങനെ പനിയേലിപ്പോര് വേറെ ഇത് 1-2 സ്ഥലങ്ങളുണ്ട് ആ ഭാഗത്ത് കൂടെ തന്നെ. അതൊക്കെ ഒന്ന് കാണണം. വെൽക്കം ടു ദംളയാർ. ഒരു കാട്ടിൽ തന്നെയാണ് പോവാ. ആ ടിക്കറ്റ് എടുത്തു. ഭൂതത്താൻ കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാട്ടിലൂടെ പോകുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോ നമ്മള് തൊടുവിൽ കൂടെ നടന്നാ പോരെ. ഇത് സംഭവിച്ചാല് ഭൂതത്താൻ കെട്ടാണ്. ഭൂതത്താൻ കെട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ പോണം. അപ്പോ നമ്മളിതുവരെ അത് കണ്ടിട്ടില്ല. ചെന്നോക്കാം. എന്താണെങ്കിലും കാട്ടിക്കൂടെ കുറെ നടക്കാനുണ്ട്. വഴി കുറച്ച് പ്രശ്നമാണ്. സുഖമായിട്ടുള്ള വഴിയുണ്ട്, പക്ഷെ ഞാനും അമ്മയും കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് കയറി. ഞങ്ങൾ ഇതിൽ കൂടെ അങ്ങോട്ട് കയറി. അയ്യോ, ഇതിപ്പോ കൊടൈക്കനാല് വട്ടവട കയറൂലേ, അതുപോലൊക്കെ ഉണ്ട്. ആ, ഇങ്ങനെ കൊറേ കല്ലിക്കൂടി മേരിക്കൂടെ ഒക്കെ. അപ്പൊ ഇതാണ് ഭൂതത്താൻ കെട്ട്. ഇവിടെ വന്നപ്പോ ഒരു സംഭവം കണ്ടു. പോത്തിന്റെ എല്ലാം ബാക്കി പാഴ്സും എന്തൊക്കെയോ ആണ്. പുലി അടിച്ച് കൊടുന്നിട്ടാണെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അപ്പൊ ഗായ്സ്, ഇതാണ് ഭൂതത്താൻ കെട്ട്. ഫൈസലിനെ പനിയലിപ്പൂര് കാണാന്ന് പറഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞു. വാശി എടുക്കണ്ട്. ഞാനാണോ ഇതിന്റെ മുകളിൽ കയറിയത്? ഈ കുത്തനുള്ള പാറയിൽ കൂടെ ഞാൻ കയറി വന്നു. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. നല്ല ഊഞ്ഞാലുണ്ട്, ട്രീ ഹട്ട് ഉണ്ട്, ഗുഹ ഉണ്ട്. വീണാർക്ക് പണിയാവും. തലമിന്നോട്ടോ, തലമിന്നോ. പതുക്കെ വാപ്പി ഇമ്മി അവിടെ ഉള്ള ഫോറസ്റ്റ് ഗാർഡിനോടൊക്കെ പോയ വിശേഷങ്ങൾ പറയുന്നതാണ് കേട്ടോ അവിടെ കേൾക്കുന്നേ. അവിടെ ഒരു ഗുഹ കൂടെ ഉണ്ട്. പെട്ടെന്ന് പോയത് കണ്ടിട്ട് വരണം.
അത് ഫുള്ള് ഇരുട്ടാണ്. എന്താണ് നിങ്ങൾ ഇടുന്നേ? പുലിയോ? പൈസ അല്ലേ? അല്ല, എനിക്ക് കണ്ണുണ്ട് അതിന്റെ അടുത്തേക്ക് പോവാന്. എന്താണ് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഗൂഗിൾക്കകത്ത് കയറി? ഇന്നൊന്നും അവിടുന്ന് എടുക്ക്, തിരിച്ചിട്ട് ഇവിടുന്ന് ക്ലിയർ കിട്ടൂല. അല്ലേ ഫ്ലാഷ് ആണ്. ഇത്രയുള്ളോ? 1 കിലോമീറ്റർ കൊറേ ഉള്ളു കൂടി. അയ്യോ പൈസ അതിനകത്ത് വല്ലതും ഉണ്ടാവും കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചിട്ട് പോ. ഇന്നുണ്ടോ വഴി? കാണലെന്നോ ഇഷ്ടം പോലെ അത്രക്കൂടെ പോവാൻ കഴിയും. അതാ അവിടുക്കൾ വഴിയടി, അതിന്റെ ഉള്ളിൽ തന്നെ. ഇത് മുതലായി. നീ വാ, താഴത്തേക്ക് ഇറങ്ങാം. മൂട്ടിട്ടോണ്ട് അതൊന്നും ഗുഹ അറിയില്ല. ഞാൻ കുഴിക്കാന്ന് ഇങ്ങനത്തെ കുഴിക്കാന്ന് ആദ്യമായിട്ടാണ്. ഇത് എന്നിട്ടും മറ്റേ ഇടയ്ക്കൽ കുഴികളൊക്കെയാണ് കയറിയിട്ടുള്ളത്. ഇടയ്ക്കൽ ഗുഹ. നിങ്ങൾ നടന്നോളി. ഗുഹ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അടിപൊളി. ഓ അടിപൊളി. ഇവിടെ കാണണ്ടേ? ഗുഹ കണ്ടു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉമ്മ അങ്ങോട്ട് ഇവിടെ പുലി ആനയൊക്കെ ഉണ്ടെന്ന് എന്താ പറയാ അവര് പറഞ്ഞപ്പോ ഉമ്മക്ക് കുറച്ച് പേടിയൊക്കെ വന്നു. അവിടെ ഉമ്മ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയിരുന്നു. പൈസ അല്ലേ? ഗുഹയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അവനൊന്നും മിണ്ടൂല, പാവാണ്. സംസാരിക്കാറില്ല. എനിക്കിങ്ങനെ കാട്ടിക്കൂടെ അടക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പൈസല് എപ്പോഴും കാട്ടിക്കൂടെ വരാം. ഇതൊക്കെ ഒരു കാടാണോ? ആ ഫുള്ള് കാട്ടിക്കൂടെ കയറാം. പിന്നെ എങ്ങോട്ടും കൊണ്ടുപോകലോ. വൈൽഡ് ലൈഫ്. അപ്പോൾ കാടൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്. നാളെ 5 മണിക്ക് മുമ്പായിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. 5 മണി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. 5 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. അവിടെ എത്തണം. ഇപ്പൊ സമയം 3:30 ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോകുമ്പോൾ ഇങ്ങനെ പണിയിട്ടിരുന്നത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. ഞങ്ങൾ കുറേ ചെറിയ വഴി കൂടെ ഒക്കെ പോയി. ആന്ന് 2 സൈഡും പ്രശ്നം. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഈ ഗൂഗിൾ ചേച്ചി ഈ കൂടെ കൊണ്ടുപോണേ. എത്ര ചെറിയ വഴിയാണ്. ആ 2 സൈഡും പ്രശ്നാണ്. ആ പാലം വഴിയില്ലേ, ആ പാലത്തും കൂടി നമ്മൾ ഇങ്ങോട്ട് കയറണം. ഉമ്മ ടെൻഷൻ ആവണ്ടേ? നേരത്തെ വന്ന വഴി എന്നിട്ട് അങ്ങനെ പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ടാണ് ഇതിൽ കൂടെ വന്നത്. ഇതിപ്പോ ഒരു പാലം അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ റോഡ് വരുന്നത് നമ്മളിങ്ങനെ വന്നിട്ട് ഞങ്ങളവിടുന്ന് പോന്നപ്പോ 38 മിനിറ്റ് കൊണ്ട് എത്തുന്ന കണ്ടിട്ടാണ് ഈ കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്റർക്ക് തിരിച്ചത്. അപ്പൊ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഗൂഗിൾ ഏതൊക്കെയോ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഉള്ളേരെ കൂടെ ഇങ്ങനെ ചുറ്റി തിരിച്ച് ഇപ്പൊ 38 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിപ്പോ എവിടേക്കോ എത്തിക്കണം. എന്നിട്ട് പിന്നെ മാപ്പ് അവിടെ മാറ്റി വെച്ച് ഞങ്ങൾ ആൾക്കാരോട് ചോദിച്ചു പോരാൻ തുടങ്ങി. അപ്പൊ 4-5 ആൾക്കാരൊക്കെ കൂടി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്
ഇങ്ങോട്ട് എന്തെങ്കിലും മനസ്സിലായോ? വഴി മനസ്സിലായോ? 4 വഴി പറഞ്ഞു. ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്നിങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ ഇത് ക്ലോസ് ആണ്. പക്ഷേ ഞാൻ ഗൂഗിളിലൊന്നും കണ്ടില്ല ഇത് ക്ലോസ് ആണ് എന്നൊന്നും. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ആർക്കൊക്കെയോ കോവിഡായിട്ട് അങ്ങനെ അടച്ചാണ്. 10 ദിവസമായിട്ടായി അടച്ചിട്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചായക്കടന്ന് പഴംപൊരി ചായയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇവിടേക്ക് വന്ന നേരം പനീരിപ്പോര് പോയാൽ മതി. ഇനി പറഞ്ഞിട്ടൊരു കാര്യമല്ല. കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്റർ വരെ പോയെങ്കിലും നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ല. അവസാനം അവിടെ മുമ്പത്തെ ചായക്കടയിന്ന് പഴംപൊരി പപ്പടവട ചായയൊക്കെ കുടിച്ച് കഴിച്ച് ഞങ്ങള് തിരിച്ചിട്ട് വീട്ടിക്ക് പോവാണ്. യാത്ര അത്രയുള്ളു, കഴിഞ്ഞു. നമ്മളിപ്പോ ഞങ്ങൾ ഇന്നലെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാറ്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഫസ്റ്റ് എവിടെ പോയത്? ഫസ്റ്റ് ആതിരപ്പള്ളി വാഴച്ചാല് പോയി. അതില് ആതിരപ്പള്ളി കേറി കണ്ടോന്നല്ല, വെറുതെ ആ റോട്ടിൽ കൂടെ ജസ്റ്റ് ആതിരപ്പള്ളി ഒക്കെ പോയി. പിന്നെ തിരിച്ചങ്ങനെ മൂന്നാർ തന്നെ വിട്ടു. പിന്നെ മൂന്നാറ് അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട്. ഇരവിക്കു എന്നപ്പോ സ്ഥലത്തിന്റെ പേര്? മലയാറ്റൂർ പള്ളി. ഈ യാത്ര ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മൂന്നാറ് പോയി. മൂന്നാറ് കുറച്ച് കണ്ടു. പിന്നെ അവിടെ ഭൂതത്താൻകെട്ടാണ് കണ്ടത്. അത് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഗുഹയുടെ അകത്തൊക്കെ കയറിയത് നല്ല രസമായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴാ, എങ്ങട്ടാ? കൊറോണയൊക്കെ ബാധിക്കൂലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. പാപ്പാ ഉമ്മാനെ പറ്റിയിട്ട് ഒരു പാട്ട് പാടിയാലോ? ഉമ്മാനെ പറ്റി കണ്ടില്ല പാട്ടാ? ഏതാ പാടുക? അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, കെട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി.